സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഓർമ്മദിനമായ ഓഗസ്റ്റ് 1 കഴിഞ്ഞ 5 വർഷമായി നടന്നു വരുന്ന ദേശീയ സെമിനാർ ഈ വർഷവും ഞങ്ങൾ സംഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷവും ഓഗസ്റ്റ് 1 തന്നെ മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ പഠന കേന്ദ്രം. ശിഹാബ് തങ്ങൾ പഠന കേന്ദ്രം ഒരുപാട് ദൈക്ഷണിക മേഖലയിലും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, ഗവേഷണ അടിസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. 2 ദേശീയ വിദ്യാഭ്യാസ സെമിനാർ നടത്തി. അതുപോലെ വിവിധ മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് പുരസ്കാരം നൽകിക്കൊണ്ട് കർമ്മശ്രേഷ്ഠ പുരസ്കാരം നൽകുകയുണ്ടായി. സി രാധാകൃഷ്ണൻ സാഹിത്യകാരനും അതുപോലെ ടി പി മിച്ചമ്മ, സി പി ശരീരം അടക്കമുള്ള ആളുകൾക്ക് നേരത്തെ കൊടുത്തു. അപ്പോൾ ഈ വർഷം ഏകദേശം 16 വർഷം ഞങ്ങൾ പിതാവ് മരണപ്പെട്ട് അതിൻ്റെ ഓർമ്മ ദിനം കൂടിയാണ്. ഇതിന് മുന്നേ ഞങ്ങൾ വീട്ടിൽ നടന്ന 2 ചടങ്ങും കഴിഞ്ഞ ഇതിൽ നടന്നിരുന്നു. ഈ ഒരു സെമിനാറിൽ ഇത് ഓഗസ്റ്റ് 1 മലപ്പുറത്ത് റോസ് ലോഞ്ചിലാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്കാണ്. അപ്പോൾ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അധ്യക്ഷൻ വഹിക്കും. കേരള നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ആ ദിവസം മുസ്ലിം ലീഗിൻ്റെയും അതുപോലെ കോൺഗ്രസിൻ്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്നതോടൊപ്പം വളരെ ശ്രദ്ധേയമായ വിഷയാവതരണങ്ങൾ നടക്കും. അതിൽ പ്രത്യേകമായും ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് ടെലിഗ്രാഫ് പത്രത്തിൻ്റെ മുൻ പത്രാധിപരായിട്ടുള്ള ആർ രാജഗോപാൽ. അദ്ദേഹം ഭരണഘടനാ, പൗരത്വം, ഭരണകൂടം എന്ന വിഷയത്തിൽ വിഷയാവതരിക്കും. അദ്ദേഹത്തെ ഈ വർഷത്തിൽ നമുക്കറിയാം, പൗരത്വ ഭേദവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പൗരത്വം നിഷേധിക്കപ്പെടുന്ന അല്ലെങ്കിൽ പാസ്പോർട്ട് പുതുക്കുന്നതിലൊക്കെ ഗവൺമെൻറ് തടഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതുപോലെ അഡ്വക്കേറ്റ് ഹാരിസ് മീരാൻ, രാജ്യസഭ MP, അദ്ദേഹം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ആശങ്കകൾ സമീപനങ്ങൾ എന്ന വിഷയത്തിൽ അദ്ദേഹം വിഷയാവതരിക്കും. അതുപോലെ പ്രശസ്ത MS കോളേജിൻ്റെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ സനാനന്ദൻ പശ്ചിമേഷ്യൻ പ്രതിസന്ധികളും ആഘാതങ്ങളും എന്ന വിഷയത്തിൽ വിഷയാവതരിക്കും. അതുപോലെ പ്രമുഖ പത്രപ്രവർത്തനായിട്ടുള്ള MP ചെക്കുട്ടി, അദ്ദേഹം ന്യൂനപക്ഷ രാഷ്ട്രീയം ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന വിഷയത്തിലും അവിടെ അവതരിപ്പിക്കും. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള ഡോക്ടർ ഷാഹിനമ്മാണ് വികസന അസുരന്തരാവസ്ഥയും സാമൂഹിക നീതിയും എന്ന വിഷയത്തിൽ വിഷയം അവതരിപ്പിക്കും. ഇത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഉള്ള സെഷനിൽ 4 മണിക്ക് ഇതിൻ്റെ സമാപന സമ്മേളനം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. അതുപോലെ റവന്യൂ മന്ത്രി കെ അനിൽകുമാർ, KM ഷാജി, അതുപോലെ അഡ്വക്കേറ്റ് വി അബ്ദുൽ ഗഫൂർ എന്നീ മന്ത്രിമാരും പങ്കെടുക്കും. വിവാഹാഭരണത്തെ കുറിച്ച് ടെൻഷൻ വേണ്ട. സഫ ഗോൾഡ് ഡയമണ്ട്സിൽ വെറും 5% മുതൽ അഡ്വാൻസ് നൽകി നിങ്ങളുടെ വിവാഹാഭരണങ്ങൾ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്യാം. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയത് വാങ്ങുമ്പോൾ 1 പവന് 800 രൂപയും, സ്വർണ്ണാഭരണങ്ങൾ മാറ്റി ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ 1 പവന് 1600 രൂപയും അധികം നേടാം. കൂടാതെ സ്വർണ്ണാഭരണങ്ങൾക്ക് സൗജന്യ ജ്വല്ലറി ഇൻഷുറൻസും. സഫ ഗോൾഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കാരണം ഓരോ വധുവിന്റെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. Safa Golden Diamonds, different by design.